തിരുവനന്തപുരം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി എത്തി. അപ്പോഴേക്കും ഞങ്ങൾ പോകാൻ പോവുകയാണ്. എങ്ങോട്ടാണല്ലേ, വണ്ടി ഫുൾ അപ്ഡേഷന് പോവാണ്. അപ്പോഴേക്കും അതിൻ്റെ പരിപാടികളാണ്. ഇതേ പൂച്ചതാണ്ട് നടക്കും. തിരുവനന്തപുരം പോയിട്ട് ഉറക്ക ക്ഷീണത്തിലാണ്. ഷെഫിക്ക് താറുന്നുണ്ട്, ഷെഫിക്ക് പോയിട്ടുണ്ട്. ഹാരിസ്കയും പൂച്ചയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നേ. ചില്ലറൊക്കെ പറിക്കുക, ചില്ലറൊക്കെ പെറുക്കുന്നു. സംഗതി ഈ ഒരു കുട്ടിച്ചാക്കിലുള്ളത് നമ്മൾ ഈ ഒരു സമൂസപ്പെട്ടി കാര്യമാക്കിയതാണ്. ചില്ലറ പൗച്ചിലിട്ടോ, പൗച്ച് അതെ, അന്ന് ഞങ്ങൾ പോക്കല്ലോ അല്ലാണ്ടെന്താ. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം പോയതിൻ്റെ ബാക്കി പത്രം കാണിച്ചു തരാം. ഫുൾ കണ്ടോ ഇത്. ഇനി ഇവിടുത്തെ സീറ്റ് കവർ ഫുൾ അയക്കും, അതുപോലെ തന്നെ കർട്ടൻസ് ഫുൾ അയക്കും, പഞ്ച് ബോക്സും സകല അയക്കും. കാരണം ബാക്കും ഫ്രണ്ടും നമ്മൾ അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഗ്ലാസ് അടക്കാൻ പോവാണ്. അപ്പോൾ എന്താ വെച്ചാൽ പുറമൊന്ന് കഴുകിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് വണ്ടിയുടെ കൊണ്ടുപോയിടാം എന്നുള്ള പ്ലാനാണ്. കമാൺ ക്രോസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം ഇനി അപ്ഡേഷൻ വീഡിയോ നമുക്ക് സെറ്റാക്കാൻ നോക്കാം. അതിൻ്റെ മുമ്പ് എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസുണ്ട്, പല്ല് ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോൾ അത് കാരണം അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തു, പുറമൊന്ന് കഴുകിയിട്ട് പോകാന്നുള്ള പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി നോക്കാം. ഇക്ക നേരെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇനി നോക്കി നോക്കാം. ഓരോ വണ്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. ഇത്രയും വലിയ ഇത്രയും സാധനങ്ങൾ. അയ്യോ, അത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇനി രണ്ട് ചാക്ക് വേറെ എടുത്തോണ്ട് വാ. എന്തിനാ? അതിലുണ്ട്. ഓക്കെ, അടച്ചോ. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേഷൻ അവിടെ പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. എല്ലാ സാധനവും എടുക്കുകയാണ്, ഫുൾ സാധനം ഊരാൻ പോവുകയാണ്. ഇനി ഇതിലൊന്നുമില്ല, ബാക്കി പോകുന്നതായിരിക്കും. ഇപ്പം ഇത്തരം സാധനങ്ങൾ നമ്മൾ എടുക്കൽ കഴിഞ്ഞു. ഇനി ഇതിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ കയറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടിലും നമ്മൾ അതേപോലെ സാധനം കയറ്റും. അതെ, ആ ഗ്ലാസ് ഓൾറെഡി പൊടിയാവും. അവിടെ ചെന്നാൽ ഉരയ്ക്കാനുള്ളതല്ലേ, ബോഡി ഉരയ്ക്കാനുള്ളതല്ലേ. ഗ്ലാസ്സും കഴുകണ്ട, ബോഡി മാത്രമേ കഴുകിയാൽ മതി. കാരണം എന്താ വെച്ചാൽ വിശദമായിട്ട് കഴിയാതെ ഒക്കെ ചൊരണ്ടാള, പെയിന്റ് ഫുള്ള് ചൊരണ്ടാള. ഓൾറെഡി പെയിന്റ് ഫുൾ പെയിന്റ് ചൊരണ്ട, ഫുൾ വൈറ്റ് അടിക്കുക, ഫ്രണ്ടും ബാക്കും പുതിയ മോഡലാക്കുക, അങ്ങനെ ഫുൾ പരിപാടികളാണ്. എന്തായാലും ഞങ്ങള് സത്യം പറഞ്ഞ ഇന്ന് February 14th വാലന്റൈൻസ് ഡേ ആണ്. വണ്ടി എന്തായാലും പണിക്ക് കയറ്റാൻ നമ്മൾ കുറെ പ്ലാൻ ചെയ്തിരുന്നു. അത് കാരണം നമ്മൾ ഫ്രണ്ട് കട്ടിയിട്ടൊക്കെ നമ്മള് പാച്ച് വർക്ക് ചെയ്യാത്ത അക്കു വിശദമായിട്ട് കഴുകുന്നുണ്ട്. നമ്മളങ്ങനെ പതുക്കെ സംഗതി കട്ടനൊക്കെ അയച്ചെടുത്തോണ്ടിരിക്കുകയാണ്. കട്ട അയച്ചെടുക്കാൻ നല്ല പണിയാണ്, ഇടാനും അയച്ചെടുക്കാനും നല്ല പണി തന്നെയാണ്. ഉണ്ടോ, രണ്ട് കൈ കൊണ്ട് തന്നെ കൈകാണ്ടും പരിപാടി നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്താന്ന് വെച്ചാ സംഗതി എടുക്കാൻ കുറച്ച് എളുപ്പമൊക്കെ വേണ്ടേ. എന്തായാലും സംഗതി എടുത്തു. കാരണം എല്ലാ കർട്ടനും ഇങ്ങനെ അഴിക്കണം, എല്ലാം ഹുക്ക് ചെയ്തിട്ടല്ലേ. കാരണം കുറേ ക്ലിപ്പായിട്ടാണ് നമ്മുടെ കർട്ടൻ മൊത്തം ഉള്ളത്. എന്താ നമ്മളിപ്പോൾ കർട്ടൻ അഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് അവിടെ ചെന്ന വണ്ടി ഫുള്ള് പൊടിയാവും, ഫുള്ള് ഇൻറ്റീരിയർ ഫുള്ള് പൊടിയാവും. കാരണം ബാക്ക് നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് പുതിയ ഫ്രണ്ട് ആക്കിയല്ലേ. അപ്പോൾ എന്തായാലും ഇൻറ്റീരിയർ ഫുള്ള് പൊടിയാവും. അത് കാരണം പിന്നെ പോരാത്ത കർട്ടൻ കുറച്ച് മുഷിയൊക്കെ ചെയ്യണം. അപ്പോൾ അതെന്തായാലും ഒന്ന് കഴുകണം. അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു കാരണത്താലാണ് നമ്മൾ കർട്ടൻസ് ഫുള്ള് അയച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് കവർ നമ്മൾ അയച്ചെടുക്കും. ബാക്കി പിന്നെ പണി കഴിഞ്ഞാൽ നമ്മൾ വാക്വം പിടിക്കും വണ്ടി. എന്തായാലും കർട്ടൻസ് എല്ലാം അയച്ചു. ഈ സൈഡ് സീറ്റ് കവർ ഏകദേശം കഴിഞ്ഞു. ഇവിടെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേക്കും എന്താ ഇവിടെ കഷ്ടപ്പെട്ട് സബ് വരുന്നില്ലേ. കഷ്ടപ്പാട് ഇതെന്താ വെച്ചാൽ നമ്മൾ ബാക്കും കൂടിയും പണിയെടുക്കണ കാരണം കേട്ടോ സംഭവമൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. സാറേ വണ്ടി പണിയിലാണ് സാറേ. അയ്യോ, ഷെഫിക്ക് അവിടെ പ്ലെയിൻ കവർ അയക്കണു. അവിടെ സബിൻ്റെ കണക്ഷൻ ഒരെണ്ണം കിട്ടി. പോരട്ടെ, വെറുതെ പിടിക്കരുതുണ്ടോ. 1500 വാട്ട്സ്. ഇപ്പുറത്ത് നമ്മുടെ പയനിയർ. അയ്യോ, ഒക്കെപ്പാടെ അയക്കാം. അങ്ങനെ ജോൺസേട്ട വന്നു വലിയ പെട്ടി പറഞ്ഞ അയച്ചെടുത്തിരുന്നു. ഒരാളുടെ പേരുണ്ടല്ലേ. പിന്നെ ഞാൻ എന്നിട്ട് ഞാൻ അടിയിൽ സ്ക്രൂ ആയിട്ട് ചെയ്ത് സംഗതി വേർത്തു പരിപാടി. ഇവിടുത്തെ പെട്ടി അയച്ചു, ഇവിടുത്തെ പെട്ടി അയച്ചു. ഇതതിൻ്റെ വയറ് സഭയ്ക്ക് പോണ വയറാണ് അത് കൂടെ പോണത്. ഇങ്ങനെയൊക്കെ പോകും. അതിൻ്റെയൊക്കെ വയറ് എല്ലാം പോയാണ്, എല്ലാം കട്ട് ചെയ്തിരുന്നു.
അശ്രാന്തമായിട്ട് ഇവിടെ അയക്കുന്നു. ഞാൻ എപ്പോഴേക്കും ഇവിടുത്തെ സാധനം വെച്ചു. ഇനി ഇത് 2 അയക്കണം. ഇത് എനിക്ക് പോരില്ല കേട്ടോ, അതൊന്ന് നോക്കണേ. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ 8-ന്റെ ടീ ഇല്ല. അത് കാരണം സ്ക്രൂ ഡ്രൈവർ അല്ല കട്ടിംഗ് പ്ലെയർ എന്തോ വെച്ചിട്ടാണ് അഴിക്കൽ. അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. വെറുതെ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇത് നിങ്ങളൊന്ന് ലൂസാക്കി തരണം കേട്ടോ. ഇത് ഈ സാധനം എന്താ വെച്ചാൽ എന്നോട് വേണ്ട, ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ട് കാണാം. കാരണം ഇതെല്ലാം കൂടി നടക്കില്ല. വീഡിയോ എടുക്കൽ, ക്യാമറ പരിപാടി എല്ലാം കൂടി നടക്കില്ല. വേർത്തുണ്ടായിരുന്നു. ബാഹുബലി 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 അവിടെ വെറുതെ പിടിപ്പിക്കേ. ബാഹുബലി ബാഹുബലി ഇന്നോവ ഫുള്ളാവും ഇപ്പോൾ. അങ്ങനെ എന്തായാലും ബോക്സ് പെട്ടിയൊക്കെ പോയി. ബാക്കിലത്തെ പെട്ടി കഴിച്ചു. ഇനി ഇതും കൂടി കഴിക്കാമല്ലോ. അവിടെ വമ്പത്തെറിവിളി ഫോണേ ചാക്ക് വേണം. ചാക്കന്റെ ഒക്കെ ആവശ്യം കാണിച്ചറിയാം. ആ ബോളൊക്കെ പെറുക്കിയുടെ ഇഷ്ടം പോലെ ഉണ്ട് സാധനങ്ങൾ. ഇത് സമൂസ പെട്ടിയുടെ സാധനം പോകുന്നു. വേണ്ട കവറല്ലേ സെറ്റാക്കാം. കവറ് ചാക്കൊക്കെ കൊടുത്തു. ഫ്രൂട്ട കവർ ആവശ്യമില്ല. നമുക്കിവിടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ സബിൻ്റെ വയറുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. സബിൻ്റെ വയറല്ല, ഈ ടാഗ് കൊടുത്തൊക്കെ കട്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ഓ ഇവിടുന്ന് വയറ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് നോക്കാണ്ട, അത് ശ്രദ്ധിക്കാനുള്ള വയറാണ്. എന്തായാലും ഇവിടം വരെ വയറ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് വരുന്ന വയറ് നമുക്ക് ശ്രദ്ധിക്കും. ഇതിപ്പോൾ ഉള്ളിൽ നിന്ന് വയറ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ടാഗ് അടിച്ചു വരണം. ലൈറ്റിൻ്റെ വയറല്ലേ, അതല്ലാണ്ട് വേറെ വയറുണ്ടോ? അത് ഉള്ളിൽ നിന്ന് വരുന്നത്, അത് ഉള്ളിൽ നിന്ന് വരുന്ന വയറാണ്. അതല്ലേ, അത് ഈ അറ്റത്ത് അങ്ങോട്ട് പോകണ്ടേ? ആ അത് നോക്കാം. കുട്ടികൾക്ക് കളിക്കാൻ ബോൾ പെറുക്കിക്കൊണ്ട് പോകണം. ഷെഫിക്ക അല്ലേ ഷെഫിക്ക ഒക്കെ പെറുക്കിക്കോ. ഞാൻ എന്താ ഫയർ കട്ട് ചെയ്യാൻ പോകും. ഫയറിന് ആകെ എക്സ്റ്റേണൽ കണക്ഷൻ എന്താ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മാത്രം, അതിന്റെ കൺട്രോളർ ഇതാണ്. പെറുക്കിയ പോലെ അങ്ങനെ എന്തായാലും ഞങ്ങളൊരു ആഘോഷം പോലെ നടത്തിക്കൊണ്ടിരിക്കാന്. ഇത് പിടിച്ചാ ഞാൻ കട്ട് ചെയ്യട്ടെ. ബക്കറ്റ് മുമ്പിൽ പിടിച്ചോ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിപ്പോ ഇവിടെ വേറെ എന്തൊക്കെ കുറെ കൺട്രോളറുകൾ വരുന്നുണ്ട്. ഫയറിന്റെ ബക്ക് കൺവേർട്ടർ ആണ് കേട്ടോ. അത് ആണോ? അതൊക്കെയാണ് തോന്നുന്നു. എന്തായാലും ഗ്രിൽ ലൈറ്റ് അവിടെ കട്ട് ചെയ്യുന്നു. ഫയർ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. പ്ലേറ്റ്, കട്ടിംഗ് പ്ലെയർ, സ്പാനർ, ഇത് വന്നിട്ട് ഫയറിൻ്റെ റിമോട്ടാട്ടോ. ഫയർ മൗണ്ട് സിംബോളൊക്കെ ആ സിസ്റ്റത്തിലുള്ളതാണ്. അതിൻ്റെ റിമോട്ടും കാര്യങ്ങളും ബോൾസ് മൊത്തം എടുത്തിട്ടുണ്ട്. ഫയറിൻ്റെ സിസ്റ്റം വന്നിട്ട് ഇതാ ഈ രീതിയിലാണ് കേട്ടോ. കുറേയൊക്കെ സാധനങ്ങൾ നമ്മൾ വണ്ടി കയറ്റി ഇന്നോവയിൽ. അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് രാവിലത്തെ. എന്തായാലും എന്താ കണ്ടോ, 3 മുമ്പിൽ 2 ബാക്കിൽ. അങ്ങനെ ഇനി ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അയ്യോ, അപ്പോൾ എന്തായാലും ഞങ്ങളെ തീറ്റാൻ വേണ്ടി മാത്രം ജീവിക്കുന്നില്ലേ മുതലാളി. ആ മധുരം കൂടുതൽ, ഷുഗർ പേഷ്യൻ്റാണ്. അതോടെ കാപ്പി ഇവിടെ, ചായ ഇവിടെ, ഇവിടെ ചായ. അപ്പോൾ കുറച്ച് കൂടുതലായി, ഒരെണ്ണം കൂടുതലാണ്. നമ്മളങ്ങനെ ഷെഡിൽ നിന്ന് വണ്ടി എടുത്തു. നമ്മളുള്ളിൽ അപ്പോഴേക്കും നമ്മുടെ പഴയ സീറ്റ് കവർ ഇട്ടുണ്ട്. പൊടി കൊണ്ട് വെച്ചത്. പിന്നെ ഫുള്ള് വെള്ളക്കുപ്പി ഇട്ട്, ഒരു കേസ് വെള്ളക്കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ കവറൊക്കെ കളഞ്ഞിട്ട് ഇതാക്കി. എന്തായാലും നമുക്ക് ആവശ്യം വരും, കാരണം വെള്ളം ഒരുപാട് കുടിക്കേണ്ടി വരും. നമുക്ക് നേരെ ബാക്കി ഇങ്ങനെ നോക്കി എടുത്തേക്കും ചെയ്യാം. പിന്നെ നമ്മൾ നേരെ കിളികിളി ഇല്ലല്ല, പക്ഷെ വണ്ടി നിൽക്കുമ്പോൾ ഒരു ഇതുണ്ട്, ഒരു സ്വിങ്ങിങ് സൗണ്ട്. അപ്പോൾ എന്തായാലും ബാക്കത്തെ ബുഷ് ഇതാണ്, ഇതാണ് പാട്ട ബുഷ്. ഈ ബുഷ് നമുക്ക് മാറ്റേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ
നമുക്ക് ബാക്കിൽ സസ്പെൻഷൻ വരുന്നുണ്ട്. സസ്പെൻഷനിൽ ഷോക്ക് അബ്സർ വരുന്നുണ്ട്. ഷോക്ക് അബ്സറിൽ ഇതാ ഈ കാണുന്നുണ്ടോ ഈ ഒരു സംഗതി, ഇവിടെയാണ് ഇത്രയും പോകുന്ന ബുഷാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അത് അവിഞ്ഞില്ലാണ്ട് ആ പുറത്ത് കണ്ടോ, കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഈ പുറത്ത് ഡിഫറൻസ് സാധനം ഉണ്ടത്തിൽ. നമ്മൾ അടി ഫുള്ള് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. എന്തായാലും വണ്ടി ഫുൾ പെയിൻറ്റിങ്ങിന് പോകല്ലേ, അപ്പോൾ അടി ഫുള്ള് സർവീസ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് പണിയെടുപ്പിക്കണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഉള്ളിലുള്ള വണ്ടി ഇറങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടി കയറ്റിയിടാൻ. ഇപ്പോൾ 2 വാട്ടർ പുഷ് നമുക്ക് ഓൾറെഡി സ്പെയർ കുറേ ഉണ്ടായതാണ്. ഇന്നോവയിൽ ഉണ്ട് സാധനം. മറ്റേ ഇങ്ങോട്ട് വരാറുണ്ടോ? ഇല്ലല്ലോ, കയറിച്ച ഇന്നോവയിൽ ഉണ്ടാവും സാധനം. ഇന്നോവ ഓൾറെഡി വണ്ടിയിലുണ്ടായിരുന്ന എടുത്ത് വെച്ചാണ്ടായിരുന്നു, മറന്നു. നമുക്ക് ഇവിടുന്ന് സ്പെയർ വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വർക്ക്ഷോപ്പ് പരിപാടി കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. എന്നാൽ ഓക്കെ. നമ്മൾ നേരെ ഷെഡ് കയറ്റി. ഇവിടെ നരസിംഹയുടെ ഷെഡാട്ടോ. ഇവിടെ 2-3 ദിവസം ഉണ്ടാവരുത് ചെറുവണ്ടികളൊക്കെ പോയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബുഷ് ഒന്ന് മതി. എന്തായാലും 2 ബുഷിട്ട് മുകളിലൊരു ബുഷ് ഉണ്ട്, അത് ഓൾറെഡി സംഗതി ഉണ്ട്. നമുക്ക് എന്തായാലും ബാക്കത്തെ ഒരു ബുഷ് നോക്കി വെക്കാം. ബുഷ് ബാക്കത്തെ ഈ സൈഡ് അതൊക്കെ പൊട്ടിത്തെറിച്ച് പോകണ പോലെ ചൂടത്ത്. ഇവിടെ അല്ല ഏട്ടാ, ബാക്കിലാ ഇതിൽ ബാക്ക്. ഈ ബുഷ് അതന്നെ, ആ മുകളിൽ ആ ബുഷ് മതിയോ? ആയിക്കോട്ടെ. സാധാരണ മങ്കിട്ട് പിടിക്കല പത്തിയത്. ബുഷ് മാറ്റാൻ പറ്റിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ സംഗതി നല്ല ടൈറ്റാണ്. ബോഡി വർക്ക്ഷോപ്പ് പോയിട്ട് ചൂടാക്കിയിട്ട് അയക്കണം പറഞ്ഞു. എന്തായാലും അതാണ് പ്ലാനിങ്. ഈ കീക്കി വെച്ച ആളൊക്കെ ഉണ്ടല്ലോ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇൻഡിക്കേറ്ററിന് കീക്കി സൗണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ 2 ആഴ്ച ലീവ് എന്തായാലും നമുക്ക് പോവാം. ഏതോ കോളേജ് തോന്നുന്നുണ്ട്. വൈഡ് വാ പതുക്കെ ആഞ്ചട്ടെ. അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് കയറുന്ന റോട്ടിലുള്ള നമ്മുടെ ശരവണ ഭവനിൽ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ ഇക്ക പറഞ്ഞു 4 ഊണ് ഓർഡർ ചെയ്താൽ കയറി. അപ്പോഴേക്കും ഞങ്ങൾ പാഞ്ഞെത്തുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും സ്പൈസ് കേരള വോൾവോ 3 നിൽക്കുന്നുണ്ട്. കുട്ടി വണ്ടി നിൽക്കുന്നുണ്ട്. കുട്ടി വണ്ടി അല്ലട്ടോ, വലിയ വണ്ടി 49 സീറ്റ് ഫിക്സഡ് ക്ലാസ്. 49 ആണോ തോന്നില്ല, 2+2 സീറ്റ്. ഇത് ഐഷറിൻ്റെ. ഇത് പെയിൻ്റ് ഉണ്ടായിരുന്ന വണ്ടിയായിട്ട് തോന്നുന്നുണ്ട്. നല്ല അടിപൊളി പെയിൻ്റ് ഉണ്ടായിരുന്ന വണ്ടി തോന്നുന്നുണ്ട്. തുളസികളൊക്കെ ഉണ്ട്. 14 സീറ്റ്. ഇപ്പം എന്തൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് ഭക്ഷണം കഴിക്കാം. നമ്മളങ്ങനെ SM ഓട്ടോമൊബൈൽസിൽ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ചെറുക്കനെ പണിയാൻ വേണ്ടി നിർത്തിയത്. അപ്പോഴേക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ വണ്ടികളൊക്കെ പണിയാൻ നിൽക്കുന്നുണ്ട് എന്ന് പറയാം. 1, 2, 3, 4, 5, 6, 7 ബസ്സുകളുണ്ട്. 2 ചെറുവണ്ടി അടക്കം. ഇതുകൊണ്ട് മഹീന്ദ്ര ടൂറിസ്റ്റ് പോലത്തെ മോഡലാണ്. ആ വണ്ടി ഫുള്ള് ബാക്കും ഫ്രണ്ടൊക്കെ മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വണ്ടികൾ നിരയായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ വണ്ടി വന്നിട്ട് ഫ്രണ്ടും ബാക്കും മാറ്റിയിട്ട് സെഡ് ഡസ്റ്ററേക്ക് മാറ്റിയെടുക്കുകയാണ്. നമ്മൾ നോർമൽ വണ്ടി സെഡ് ഡസ്റ്ററേക്ക് മാറ്റിയെടുക്കുകയാണ്. വിത്ത് ആ സെയിം മെയിൻ ഗ്ലാസ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി പേപ്പർ വർക്ക് കാര്യങ്ങളായിട്ട് നമുക്കിട്ട് പോവാം. സംഗതി ഇപ്പോൾ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ബോഡി കോഡ് സത്യത്തിൽ സ്റ്റിക്കർ അടിച്ചിരുന്നത്. നമുക്കൊരു ബാക്ക് ഡിക്കി സ്പേസ് അടിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. പറ്റൂല്ലെന്ന് നോക്കണം. അത് പറഞ്ഞു ഫാൻ ഇറക്കിയിട്ടില്ല അല്ലേ. നമുക്ക് ബാക്ക് ഡിക്കി സ്പേസും എന്താ വെച്ചാൽ ഡിക്കി സ്പേസ് കുറവാണ്. നമുക്ക് ഓൾറെഡി AC സൈഡ് എഞ്ചിൻ വരുന്ന കാരണം ഈ ഒരു സ്പേസ് മാത്രമേ ഡിക്കി ആയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഡിക്കി ഒരെണ്ണം കൂടി അടിക്കണം എന്നുള്ള 2 സൈഡ് ഓരോ ഡിക്കി സ്പേസ് അടിക്കണം എന്നുള്ള പ്ലാൻ. എന്തായാലും നോക്കിയാട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെ ഭാഗങ്ങൾ മാറ്റണം, എങ്ങനെയൊക്കെ ഇതാക്കണം എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്ത ഫ്രണ്ടും ബാക്കും, അതുപോലെ തന്നെ വോൾവോ ബീഡിങ് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മൾ ഈ സെൻട്രൽ ഈ ഒരു സാധനം പോകുന്നില്ലേ, ആ ഒരു സംഗതിക്ക് പറയുന്ന പേരാണ് വോൾവോ ബീഡിങ്. ഇങ്ങനെ ഒരു പീസാണ്. അപ്പോൾ ഒരു ഫുൾ പീസ് മാറ്റണം. വോൾവോ ബീഡിങ് എന്തായാലും നമ്മുടെ സെൻട്രലൊക്കെ കുറേ പൊള്ളച്ചുണ്ട്, അതെന്തായാലും മാറ്റാനുള്ള പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് 2 ഡിക്കി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാക്ക് സ്പേസിൽ ഈ ഒരു പുറത്തും ആ ഒരു പുറത്തും ഡിക്കി അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ഡോറുള്ളത് കാരണം നമുക്കിവിടെ 3 സ്റ്റെപ്പ് ആഡ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1, 2, 3 ഇതിൽ ഈ പുറത്ത് ചിലപ്പോൾ അടിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഡോറിൽ അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. നമുക്ക് ഓൾറെഡി യൂസേജ് ഒന്നും വരുന്നില്ല, അതായത് എമർജൻസി എക്സിറ്റിൻ്റെ അവിടെയുള്ള ഡോറിനൊന്നും. പിന്നീട് ബാക്ക് വശത്തേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ബാക്ക് നമ്മൾ എന്തായാലും മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഡിക്കിയൊക്കെ മാറും. ഈ പുറത്ത് വോൾവോ ബീഡിങ്ങിന് വലിയ കുഴപ്പമില്ല. സംഗതി വണ്ടി പണി എടുക്കുക എന്ന് പറയുമ്പോഴേക്കും സത്യം പറയാമല്ലോ ലൈറ്റുകൾ ഓരോന്നായിട്ട് പൊട്ടാൻ തുടങ്ങി. സംഗതി എന്താ വെച്ചാൽ ഈ ലൈറ്റൊക്കെ ഒരുമിച്ചാണ് പിടിപ്പിച്ചത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളാണ് പ്രശ്നം എന്ന് തോന്നുന്നു. അതായത് ദ്രവിച്ച് പൊട്ടുകയാണ്. അതായത് കണ്ടില്ലേ ലൈറ്റൊന്നും ദിവസമല്ല, പക്ഷേ ഈ ഒരു സെൻറ്ററിലുള്ള ആ ഒരു ഗാഡി പൊട്ടി പോവുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുക, എന്തായാലും ഈ ലൈറ്റൊക്കെ മാറണം. അപ്പോൾ പുതിയൊരു ലൈറ്റോടെ ഇരിക്കുന്നത് ഇത് അയച്ചു വെക്കണം എന്തായാലും നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് സംഗതി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പറ്റുന്ന രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. മൊത്തമായിട്ട് കവർ ചെയ്യാമെന്നില്ലെങ്കിലും പറ്റുന്ന രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പൊടി അടിച്ചിട്ട് നാശമാവേണ്ട വിചാരിച്ചിട്ടാണ് കവറിങ് ചെയ്തത്. എന്തായാലും നമ്മുടെ വണ്ടി നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയണ മാതിരി ചിലവർക്ക് ചിലപ്പോൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി എന്നൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ ഓവർ കെയറിങ് ഒക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ വണ്ടി എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ഇത് മാറ്റിയിട്ടുണ്ട്, നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ മീറ്റർ ബോർഡ് നമുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ബാക്ക് മാറ്റിയിട്ടില്ല, അപ്പോൾ മാറണം. എന്തായാലും നമുക്ക് ഷോറൂമിൽ ചോദിച്ചോക്കാം. അങ്ങനെയൊക്കെയാണ് ഇക്കയൊക്കെ ഓഫീസിൽ ഇരുന്ന് സംസാരിക്കേണ്ട. ഇക്ക ഷെഫിക്ക് പൂച്ചയൊക്കെ പാടെ. എന്നാലും ഇവിടെ വണ്ടികൾ നിരത്തി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഗതി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സെഡസ്ത്രയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സെഡസ്ത്ര എന്ന് പറഞ്ഞാൽ അപ്ഡേഷനാണ്. സംഗതി ഹൈറ്റൊക്കെ പാടെ കൂടിയിട്ട് അങ്ങനെയൊക്കെ പാടെ ഒരു മിക്സഡ് അപ്ഡേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈവൻ സിറ്റിയുടെ വണ്ടി ഫുൾ പെയിൻറ്റിങ്ങിനാണ്. പിന്നീട് ഈ ഐഷർ ഉള്ളും ബാക്ക് പണിയെടുക്കുന്നുണ്ട്, വീൽ ആർച്ച് പണിയെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയാം. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേക്കും അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കോപ്പിറൈറ്റ് തരും. അതുകൊണ്ടാണ് ആ ഏരിയയ്ക്ക് നമ്മൾ കടന്നുമില്ലാത്ത. എന്തായാലും ഈ പുറത്തേക്ക് നമുക്ക് പറഞ്ഞുതരാം. ഈ വണ്ടി കൊണ്ട് ഫുള്ള് ടോട്ടലി ഒരു മാറ്റം വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വീൽ ആർച്ച് മാറ്റം വരുന്നുണ്ട്. ഒക്കെ പുതിയ മോഡലിലേക്ക് മാറി എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഫ്രണ്ട് പണിയെടുത്തുകൊണ്ട് ഈ ഒരു വണ്ടിയും അത്യാവശ്യം ഫ്രണ്ടും ബാക്കും പൊട്ടിച്ച് പണിയെടുക്കാനുള്ള പണിയാണെന്ന് തോന്നുന്നു, പ്രോപ്പറായിട്ട് അറിയില്ല. ഓക്കെ, സംഗതി ഉണ്ടല്ലേ. ഇതൊക്കെയാണ് ഏകദേശം എല്ലാ വണ്ടികളുടെ അവസ്ഥ ഈ രീതിയിൽ തന്നെ ആവട്ടോ. കാരണം തുരുമ്പൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം അത്രയും പഴക്കമുള്ള വണ്ടികളല്ലേ. പഴക്കം മീൻസ് ഒരു ലിമിറ്റഡ് സമയം കഴിഞ്ഞ് നമുക്ക് പ്രകാശ് പറയുന്നത് 20-25 കൊല്ലം വരെ ഓടും. പുള്ളിയേക്കും വണ്ടി മൊത്തമായിട്ട് തുരുമ്പെടുത്തതാവുന്നുള്ള പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് UBC ട്രാവൽസിൻ്റെ ഫിക്സ് ഗ്ലാസ് ഒരു വണ്ടിയുണ്ട്. ഫ്രണ്ടൊക്കെ പെയിൻറ്റ് ചെയ്താൽ തൊട്ടാൽ ചിലപ്പോൾ പണി കിട്ടും, അതുകൊണ്ട് തൊടാൻ നിൽക്കുന്നില്ല. ഇത് 2 ഡൂം ലൈറ്റ് പോലത്തെ ഹെഡ് ലൈറ്റാണ് ഇതിൻ്റെ. BB മാക്സിന് ഫ്രണ്ട് പോലെയാണ്. പ്രകാശ് ബോഡിയാണ് കേട്ടോ. എന്തായാലും രസമുണ്ട്, എന്തായാലും അടിപൊളി. ഇതിൻ്റെ മെയിൻ ഗ്ലാസ് നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഒറ്റമോട്ടത്തിൽ അങ്ങനെ തോന്നിക്കുന്നത്. എന്തായാലും അടിപൊളി. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കി വെക്കാം. ബാക്കി പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തുക. ബാക്കി എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോൾ സെറ്റ് ബാക്കി പരിപാടി പിന്നെ നോക്കാം. അല്ല ഗൈസ്, വില്ല് കണ്ട് ബോധം പോയിരിക്കുന്നു. വലിയ കടുത്തിൽ ബോധം പോകാൻ കിടക്കുന്നത് ശരിക്കും പോയില്ലേ. അതായത് ബില്ല് കിട്ടിയിട്ട് ബോധം പോകാൻ നിൽക്കണല്ലേ മുതലാളി. ബില്ലല്ലേ, എസ്റ്റിമേറ്റ് കിട്ടിയിട്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഇവിടെ അടുത്ത തലയൊക്കെ തുടങ്ങി. എസ്റ്റിമേറ്റിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇതാ ഞങ്ങൾ അവിലേക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയെടുക്കാൻ. എസ്റ്റിമേറ്റ് അല്ലേ, എസ്റ്റിമേറ്റിൻ്റെ ക്ഷീണം തീർക്കാം. എന്തായാലും വണ്ടി എടുത്തു, എസ്റ്റിമേറ്റ് എമൗണ്ട് എടുത്തു. ഇനിയൊരു നമ്മൾ ഫസ്റ്റ് ഒരു ടോക്കൺ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോയൊക്കെ അങ്ങനെ പ്ലാനിങ്ങിനാണ്. ഇതായത് നമുക്ക് സെറ്റാക്കാം.